നമസ്കാരം. ആർ.കെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാടകം, നാടക കലാകാരർ ഇവർ ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പ്രമുഖ നാടക പ്രവർത്തക ശൈലജ ജല നടത്തുന്ന ഒരു ആമുഖം ആദ്യം കേൾക്കാം. സാംസ്കാരിക മേഖലയിലോ സാഹിത്യ മേഖലയിലോ ഒക്കെ നമ്മൾ നാടകത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ സമൂഹം ദളിതരെ എങ്ങനെയാണോ കാണുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഭൂമിയില്ലാത്തവരെയും സമൂഹത്തിലെ മനുഷ്യരായി ജീവിക്കാൻ അവകാശമില്ല എന്ന് ഒരുപറ്റം ആളുകൾ പറഞ്ഞു മുതുകു കൂണിപ്പോയ, നട്ടല് വളഞ്ഞു പോയ മനുഷ്യന്മാരുടെ സാമൂഹികാവസ്ഥ എന്താണോ അതാണ് നാടകത്തിന്റെയും നാടകക്കാരുടെയും അവസ്ഥ. ഇപ്പൊ ഇവിടെ ദളിതരും ജീവിക്കുന്നുണ്ടല്ലോ, ഭൂമിയില്ലാത്തവരും ജീവിക്കുന്നില്ലേ, റേഷൻ കാർഡ് ഇല്ലാത്തവർ ജീവിക്കുന്നുണ്ട്, കറണ്ട് ഇല്ലാത്തവർ ജീവിക്കുന്നുണ്ട്. അതിൽ തന്നെ ചിലർ IAS-കാരാവുന്നുണ്ട് അല്ലേ? ചിലര് ഭയങ്കരമായിട്ടുള്ള ഊർജത്തോടെ ഒറ്റയാൾ പോരാട്ടം നടത്തി ജനപ്രതിനിധികളാകുന്നു. നാണം കെട്ടാലും ആൾക്കാർ ട്രോളി കൊന്നാലും വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നു, മുന്നോട്ടോടാൻ ശ്രമിക്കുന്നു. ആ ചിത്രത്തെ ഇങ്ങോട്ടൊന്ന് മാറ്റിവെച്ചാൽ മതി. നാടകക്കാരുടെ അവസ്ഥ തന്നെ. എന്താണ് ഇനി അനുഭവിക്കാൻ ഇല്ലാത്തത്? ഒരാള് വടക്കേ മലബാറിൽ ഒരു പറച്ചിലുണ്ട്, ഒരാൾ നാടകക്കാരനോ നാടകക്കാരിയോ ആയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ മുതിർന്ന ആളുകൾ പറയുന്നതാണ് നാടകം കയറി മുടിഞ്ഞു എന്നാ പറയാം. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് അപ്പൊ തന്നെ മനസ്സിലാവും. എത്രയോ മനുഷ്യര്, ഇപ്പൊ സ്ത്രീകളുടെ കാര്യം ഇതിൽ പറയുന്നില്ല, കാരണം സ്ത്രീകൾ ഉണ്ടായിട്ടില്ല, സ്ത്രീകൾ ഇപ്പോഴാണ് വരുന്നത്. പുരുഷന്മാരായിട്ടുള്ള ആളുകള് മലയാള നാടക മേഖലയിൽ, ഗൗരവ നാടക മേഖലയിൽ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ വെല്ലുവിളികൾ എന്ന് പറയുന്നിടത്ത് ആദ്യം ഇതിൽ ഇറങ്ങുന്നവരുടെ ജീവിത വെല്ലുവിളിയാണ്. 3 നേരം കൊണ്ട 2 നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ, മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കാൻ. ഇന്നിപ്പം വസ്ത്രവും കഴിക്കുന്ന ഭക്ഷണം ഏത് ഹോട്ടലിലാണെന്നുള്ളതും ധരിക്കുന്ന വാച്ചും കോൾ ചെയ്യുന്ന ഫോണും ഇതൊക്കെ വലിയ സോഷ്യൽ സ്റ്റാറ്റസിന്റെ സിമ്പലായി മാറിയിരിക്കുമ്പോൾ കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന നാടക പ്രവർത്തകർ ഈ സിമ്പൽ ഐഡന്റിഫിക്കേഷൻ സോഷ്യൽ സ്റ്റാറ്റസ് സ്റ്റിഗ്മയിൽ പെട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, പക്ഷെ ഈ സോഷ്യൽ സ്റ്റാറ്റസ് സിംറ്റംസ് മുഴുവനും പൂർത്തീകരിക്കപ്പെടാതെ നിങ്ങൾ എന്നിട്ട് ഒരു സ്കൂളിൽ ഒരു നാടകം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം HMM അടിമുടി നോക്കും. കുട്ടികളുടെ മത്സരത്തിന് നാടകം ചെയ്യാൻ വേണ്ടി ഒരാള് പ്രപ്പോസലുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കും, വസ്ത്രം നോക്കും, ചെരുപ്പ് നോക്കും. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ ഇടപെടേണ്ട ആളാണ്. വൃത്തിക്കും മെനയ്ക്കും ഒക്കെയാണോ വന്നിരിക്കുന്നത്? പല്ല് കഴിച്ചിട്ടുണ്ടോ? നാടകക്കാരെ പറ്റി പറയുമ്പോഴാണ് പല്ലേക്കാതെയും കുളിക്കാതെയും ഒക്കെ നടക്കും. അങ്ങനെ പണ്ടുണ്ടായിരുന്നു അല്ലേ? അത് കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം അതൊന്നും ഓവർകം ചെയ്യാതെ മാറ്റാതെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഒരു 80, 85, 90ന്റെ തുടക്കം വരെ കലാകാരർ എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഉണ്ട്. താടിമുടിയൊക്കെ വളർത്തിയ ആണുങ്ങളാണെങ്കിൽ പിന്നെ കുരിപ്പിഴ ഭാഷയുടെ ഉണ്ടെങ്കിൽ ഏതോ ഒരു സഞ്ചിയൊക്കെ ഉണ്ടാവും, അതും ഉണ്ടെങ്കിൽ കൊള്ളാം. ഇതൊക്കെ അതായിരുന്നു അതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഐഫോൺ ഉണ്ടോ, മറ്റെല്ലാ അക്സസറീസ് നോക്കിയിട്ടാണ് ഏത് വണ്ടിയിൽ വരുന്നു, എങ്ങനെ വരുന്നു. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം അവിടേക്കും വന്നിട്ടുണ്ട്. പക്ഷെ നാടകക്കാരുടെ ജീവിതത്തിൽ മാത്രമേ യാതൊരു മാറ്റവും ഇല്ല. ഒരു കുട്ടികളെ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു റെമ്യൂണറേഷൻ നമുക്കറിയാം. UGC ഇപ്പൊ കേരളത്തിലെ നാടകക്കാരെ നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചവർ BTA, MTA, MPhil, PhD, പോസ്റ്റ് ഡോക്ടറൽ കോഴ്സ് വരെ തിയേറ്ററിൽ പഠിച്ചിട്ടുണ്ട്. വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ അങ്ങനെ പഠിച്ചവരും ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്ന ബാക്കി എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടെല്ലാം കൊടുക്കാൻ തയ്യാറാകുന്നവർ പോലും നാടകക്കാരോട് അവസാനം ക്ലാസ് കഴിയുമ്പോൾ 500 രൂപയ്ക്കോ 600 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഒക്കെ തട്ടിക്കും. എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ അവരുടെ പൈസ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോ UGC സ്കെയിൽ അനുസരിച്ച് മണിക്കൂറിനാണ് പഠിച്ചവർക്ക് ക്ലാസ് എടുക്കുന്നവര് പൈസ. ഒരു ദിവസം ക്ലാസ് എടുത്താൽ 10,000 രൂപ വരെ കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ നാടകക്കാരോട് അവരെ 500 രൂപയിൽ ഒതുക്കാവുന്ന വരെ നോക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പൊ ഇത്രയും ജീവിത ക്രൈസിസ് അനുഭവിക്കുന്ന ആളുകളാണ് മലയാള നാടകവേദിയെ ഈ പറയുന്ന വിപ്ലവാത്മകമായ വാക്കുകളിലൂടെ നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാടക മേഖലയെ നയിക്കുന്നു. ക്രൈസിസ് എന്നുള്ളതല്ലാതെ, അതായത് പ്രതിസന്ധികളല്ലാതെ പ്രോത്സാഹനം എന്ന് പറയുന്ന ഒരു വാക്ക് മലയാള നാടകവേദിയിൽ ഇല്ല. എനിക്ക് തോന്നുന്നു മറ്റു പല കാരണം കൊണ്ടും ലോക നാടകവേദിയിലും അത് ഉണ്ടാവില്ല. അതിന്റെ കാരണം നാടകം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു കലയാണ്. അതിനൊരിക്കലും ഭരണപക്ഷമാകാൻ പറ്റില്ല. നാടകം എന്ന് പറയുന്ന ആർട്ട് അതിന്റെ ജൈവപരമായ അസ്തിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഉത്തരം കിട്ടുന്നത് വരെ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു സർക്കിൾ, ഇപ്പൊ ഇവിടെ തന്നെ
ചോദ്യം ചോദിക്കാൻ പറ്റുന്നവർ കുറച്ചു പേരായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഇനി ചോദ്യ സെഷനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2, 3, 4 പേര്. നാടകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? മറ്റു കലകളൊക്കെ അവരവരുടെ വീട്ടിലിരുന്നു അവരവരുടെ ക്യാൻവാസിൽ അവരവരുടെ ഇത് എഴുതുമ്പോൾ എവിടെയാണോ പബ്ലിക് ആയിട്ടുള്ള ഇടമുള്ളത്, അരങ്ങ് ഒരു പൊതുവിടമാണ്, അവിടെ എഴുന്നേറ്റ് നിന്ന് കൈ ചൂണ്ടി ചോദ്യം ചോദിക്കുന്ന, പൊളിറ്റിക്കലായി പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു ആർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് തലോടൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. നാടകത്തെ പുകഴ്ത്തുന്നവരും നാടകമാണ് വഴികാട്ടി എന്ന് പറയുന്നവരും നാടകം മൂലമാണ് ഇവിടെ രൂപാന്തരണം സംഭവിച്ചത്, പലതരം പരിണാമങ്ങൾ ഉണ്ടായത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നവരും നാടകത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഘട്ടം വരുമ്പോ ആ നാടകത്തിന്റെ കണ്ടന്റ് പരിശോധിക്കുന്ന അവസ്ഥയുണ്ട്. അതാണ് വലിയ പ്രശ്നം. അതിൽ ആരെ പറ്റിയെങ്കിലും ഉണ്ടോ, ഒരു മുനയെങ്കിലും ഉണ്ടോ, ഒരു ലാഞ്ചനയുണ്ടോ, ഒരു ഹിന്റ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ കേരളത്തിലും ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കളിക്കാൻ പറ്റില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് കളി അവസാനിപ്പിച്ച കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില നാടകങ്ങൾ വളരെ കലാപരമായും അല്ലാതെയും ഒക്കെ ആശയപരമായി വളരെ കൃത്യതയോടുകൂടിയൊക്കെ ചെയ്ത നാടകങ്ങളിൽ ചില ആൾക്കാർ വായിക്കുമ്പോൾ, അല്ലെ വായിക്കുക മീൻസ് കാണുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ പോലും ആ നാടകത്തിന്റെ കളി, ഞാൻ ക്രൈസിസ് ആണ് നിങ്ങൾ പറഞ്ഞ അരങ്ങും പ്രേക്ഷകരും തമ്മിലുള്ള പ്രതിസന്ധികൾ അതിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോ കളിക്കാൻ പറ്റില്ല. അപ്പൊ നാടകം ഒരു സിനിമ നിരോധിക്കുക അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് OTT ഉണ്ട്, പിന്നെ തിയേറ്ററിൽ നിന്ന് പോയാൽ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലിരുന്ന് ആ സിനിമ തന്നെ വീണ്ടും കാണാം തിയേറ്ററിൽ നിന്ന് പോയാൽ. പക്ഷെ നാടകത്തിന്റെ അവസ്ഥ അതല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എത്രയോ മാസങ്ങൾ നീണ്ട പട്ടിണി കിടന്നുള്ള അധ്വാനത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെ തല്ലും കിട്ടും ചിലപ്പോൾ. കാരണം രാത്രിയിൽ ഒച്ച കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഈ ഒരു 6-7 മാസം മുമ്പാണ് കോഴിക്കോട് ഒരു നാടക സംഘത്തെ അയൽവീട്ടുകാർ കേസ് കൊടുത്തിട്ട് രാത്രിയിൽ വന്ന് റിഹേഴ്സൽ സ്പേസ് ആക്രമിച്ചു. കാരണം ശബ്ദം ഇല്ലാത്തവരുടെ ശബ്ദമാണ് നാടകം എന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയും. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദം. പക്ഷേ ആ ശബ്ദം ഉയർത്താൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആളുകൾ ഇരുന്നിട്ട് അതിന്റെ പുറത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോ അങ്ങനെ 100 കണക്കിന് പ്രതിസന്ധികളെ തരണം ചെയ്തൊരു നാടകം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം, ആ നാടകം മുന്നോട്ട് പോകാൻ പലവിധ പ്രതിസന്ധികളുണ്ട്. സംഘാടകർ വേണോ അല്ലാതെ വേണം. പക്ഷേ ഇതിനകത്തെ ആശയം കൊണ്ടും ഇതിനെ ആവിഷ്കരിച്ചിരിക്കുന്ന രീതി കൊണ്ടും ആർക്കെങ്കിലും വേദനിക്കുമോ, ആരെയെങ്കിലും ചൊടിപ്പിച്ചിട്ടുണ്ടോ, രാഷ്ട്രീയമായി ആരോടെങ്കിലും വ്യക്തിപരമായോ രാഷ്ട്രീയമായോ സംഘടനാപരമായോ പാർട്ടിപരമായോ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു കാലമാണ്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു നേർച്ച നടത്തും പോലെ അല്ലെങ്കിൽ ഒരു വഴിപാട് നടത്തും പോലെ എന്ന് 2 പ്രയോഗങ്ങൾ മലയാളത്തിലുണ്ട്. അർത്ഥവത്തായ കാര്യങ്ങൾ അർത്ഥശൂന്യമായും പ്രയോജനരഹിതമായും ചെയ്തു തീർക്കുന്നതിനെയാണ് ഈ 2 പ്രയോഗങ്ങളും ദ്യോതിപ്പിക്കുന്നത്. കേരളത്തിൽ സാംസ്കാരിക കലാരംഗത്ത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത്. കൊല്ലത്ത് സാംസ്കാരിക സമുച്ചയം വന്നപ്പോൾ വളരെ സന്തോഷിച്ചാണ്, നമുക്ക് റിഹേഴ്സൽ ചെയ്യാൻ സ്ഥലം കിട്ടുമത്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തവർ അതിന്റെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിന്റെ ആദ്യത്തെ മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് കൃത്യമായി ഈ തിയേറ്റർ സ്പേസിനെ പറ്റിയിട്ട്, പെർഫോമിംഗ് സ്പേസിനെ കുറിച്ചിട്ട് ധാരണയുള്ളവരെ കൊണ്ട് ഇത് ഡിസൈൻ ചെയ്യിച്ചില്ല എങ്കിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുകൾ പണിയുന്നത് പോലെ ആകും. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. മുറി അങ്ങനൊന്നും അല്ല, നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യുന്നു. പക്ഷെ എന്താണ് അതിന്റെ സ്ഥിതി? അതിനകത്ത് കൃത്യമായിട്ട് റിഹേഴ്സലിന് 1-2 ഹാളുകൾ ഉണ്ടെന്നതിനപ്പുറത്ത് ഒരു 250 പേരിൽ കൂടുതലിരിക്കാവുന്ന ഓഡിറ്റോറിയങ്ങളില്ല. ഉദ്ഘാടനം പോലും പുറത്തു വെച്ച് നടത്തേണ്ടി വന്നു. തന്നെയുമല്ല, ആ റിഹേഴ്സൽ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു നാടകം ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് താങ്ങാനാവാത്ത തുക ആണ് പറയുന്നത്. ഇനിയും മറ്റ് ജില്ലകളിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ അതുപോലെ ഒരു നാടക സംഘത്തിന് വന്ന് താമസിക്കാനുള്ള ഒരു ഡോർമെറ്ററി സൗകര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു 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 പുറത്തുനിന്നൊരു നാടക സംഘം അല്ലെങ്കിൽ വേറൊരു കലാസംഘം വരുന്ന അവരെങ്ങനെ അവിടെ താമസിക്കും? അവരെങ്ങനെ റിഹേഴ്സൽ? അപ്പൊ ഇങ്ങനെ ഏറ്റവും ഒന്നാമത്തെ വെല്ലുവിളിയാണ് ഞാനീ പറഞ്ഞത്, റിഹേഴ്സൽ സ്പേസ് ഒരു നാടകം രൂപപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ അത് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഒട്ടേറെ സാമ്പത്തികം ചെലവഴിച്ച് അത് നമുക്കൊന്നും അങ്ങനെ വലിയ തുകകൾ
ഇതിനുവേണ്ടി പിന്നെ നൽകുന്ന മുതലാളിമാരൊന്നും നമുക്ക് കിട്ടില്ല, പ്രൊഡ്യൂസർമാർ അങ്ങനെ കിട്ടില്ല. പ്രത്യേകിച്ച് ഒരു സമാന്തര നാടകവേദിയല്ല, എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഗൗരവ നാടകവേദിയിൽ ഒട്ടും കിട്ടില്ല. അപ്പൊ ആ സാമ്പത്തികമൊക്കെ സമാഹരിച്ചിട്ട് കളിച്ചു കഴിഞ്ഞാൽ എത്ര വേദികൾ കിട്ടും എന്നുള്ളതാണ്. കലാചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സാംസ്കാരിക ചരിത്രം പഠിക്കുമ്പോൾ നമ്മളെല്ലാം ഓരോരോ കാലഘട്ടത്തെയും അതാത് കാലഘട്ടത്തിന്റെ പേരിൽ പറയാറുണ്ട്. ഉദാഹരണമായി മുഗൾ കല, മുഗൾ ആർക്കിടെക്ചർ, ബ്രിട്ടീഷ് ആർക്കിടെക്ചർ, ഫ്രഞ്ച് ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ഇവിടെ ഡച്ച്, പോർച്ചുഗീസ് എന്നൊക്കെ. സ്വാതന്ത്ര്യം കിട്ടി നാളിത്രയായിട്ടും ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ യോജിപ്പിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു ശൈലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാംസ്കാരിക അടയാളം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ള നഗരങ്ങൾ, ഇപ്പൊ റോം ആണെങ്കിലോ ഫ്രാൻസ് ആണെങ്കിലോ മറ്റുള്ള ജർമ്മനി ആണെങ്കിലോ, ഒരു സിറ്റി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ആർട്ടിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആർട്ടിസ്റ്റിന്റെ എന്താ പറയാ, അവരുടെ നിർദ്ദേശങ്ങൾ അവർ ശ്രദ്ധിക്കും. അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് സിറ്റി ബിൽഡിംഗ് പാലം വരെ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് എന്താണ്, ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്യൂട്ടിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് കലാകാരന്മാരാണ്. അവർ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റിയോ ബിൽഡിങ്ങോ പാലം പോലും മനോഹരമായിട്ടുള്ള വർക്ക് ഓഫ് ആർട്ടായിട്ട് മാറ്റാൻ പറ്റും. നമ്മൾക്കാണെങ്കിൽ അതിന്റെ ആവശ്യമേ ഇല്ല. ഒരൊറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടുത്തെ ഒരു ആർട്ട് ഗാലറി ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു പാലം ഡിസൈൻ ചെയ്യുമ്പോൾ വിളിക്കാറില്ല. എന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയക്കാരുടെ മാത്രം താല്പര്യത്തിൽ എങ്ങനെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ പറ്റും, ആർക്കൊക്കെ കിട്ടും, ഞങ്ങൾ ആൾക്കാർ മാത്രം മതി എന്ന് പറയുന്ന ഒരു കോക്കസ് ആണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബ്രിട്ടീഷുകാർ പോയിട്ടില്ല. ബ്രിട്ടീഷുകാർ വേറെ രൂപം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കലാകാരന്മാരെ അകറ്റി നിർത്തി കലാകാരന്മാരെ ഇൻവോൾവ് ചെയ്യിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയം ആവട്ടെ, തിയേറ്റർ ആയിക്കോട്ടെ, അതിലൊന്നും അവർക്ക് പ്രാധാന്യമില്ല. മറിച്ച് ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത ജീവിത രീതിയുടെ ഭാഗമായിട്ടുള്ള കല്യാണം, പാട്ട് കച്ചേരി അല്ലെങ്കിൽ മറ്റുള്ള ട്രഡീഷണൽ ഫോംസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കലാബോധവും കലാപ്രവർത്തനങ്ങളും ഇവിടെ മുൻപോട്ട് പോകാത്തത്. കലാ സാംസ്കാരിക സംഭാഷണങ്ങൾ അടുത്ത എപ്പിസോഡിൽ